കേരളത്തിലെ ആനകളുടെ ചരിത്രവും സംസ്കാരവും നമ്മുടെ നാടിന്റെ പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും പരിശോധിച്ചാൽ കേരളീയ ജീവിതത്തിൽ ആനകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് കാണാം. വന്യജീവി സംരക്ഷണവും ആനകളും. നിലവിൽ ഏഷ്യൻ ആനകളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. വയനാട്, ഇടുക്കി, നിലമ്പൂർ, സൈലന്റ് വാലി തുടങ്ങിയ വനമേഖലകൾ ആനകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ്. വന്യമൃഗ സംരക്ഷണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ആനകളെ പിടിക്കുന്നതും മെരുക്കുന്നതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആനകൾ വനത്തിലെ ഇക്കോസിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. കാട്ടിലെ വിത്തുകൾ വിതരണം ചെയ്യുന്നതിനും പുതിയ വഴികൾ വെട്ടുന്നതിനും ആനകൾ സഹായിക്കുന്നു. ആനകളുടെ ഭക്ഷണരീതിയും ഉറക്കവും പ്രകൃതിയിലെ ഏറ്റവും രസകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ഒരു വലിയ ആനയുടെ ശരീരത്തിനാവശ്യമായ ഊർജം കണ്ടെത്താൻ അവർ ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ചിലവഴിക്കുന്നത് ഭക്ഷണത്തിനായാണ്. ഭക്ഷണരീതി, ദ മാസീവ് അപ്പിറ്റൈറ്റ്. കാട്ടാനകൾ സസ്യഭുക്കുകളാണ്. ഒരു ദിവസം ഏകദേശം 150 മുതൽ 200 കിലോ വരെ ഭക്ഷണം ഒരു മുതിർന്ന ആനയ്ക്ക് ആവശ്യമാണ്. വൈവിധ്യമാർന്ന ആഹാരം, പുല്ലുകൾ, മരത്തൊലികൾ, ഇലകൾ, ചെറിയ കൊമ്പുകൾ, വേരുകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. മുളങ്കാടുകൾ ആനകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ജലപാനം, ഒരു ദിവസം ഏകദേശം 100 മുതൽ 200 ലിറ്റർ വരെ വെള്ളം ആനകൾ കുടിക്കാറുണ്ട്. വേനൽക്കാലത്ത് മണ്ണ് കുഴിച്ച് വെള്ളം കണ്ടെത്താനുള്ള പ്രത്യേക കഴിവും ഇവയ്ക്കുണ്ട്. ഉപ്പും ധാതുക്കളും. മണ്ണിലെ ലവണാംശം കണ്ടെത്തി ആനകൾ മണ്ണ് തിന്നാറുണ്ട്. സോൾട്ട് ലിക്സ്. ഇത് അവരുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. ഉറക്കത്തിന്റെ കഥ, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്. മനുഷ്യരെ പോലെയോ മറ്റു മൃഗങ്ങളെ പോലെയോ 8 മണിക്കൂർ നീളുന്ന ഉറക്കമൊന്നും ആനകൾക്കില്ല. അവരുടെ ഉറക്കം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ്. കുറഞ്ഞ ഉറക്കം. കാട്ടാനകൾ ഒരു ദിവസം ശരാശരി 2 മുതൽ 3 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ. ഇത് പലപ്പോഴും രാത്രിയുടെ അവസാന യാമങ്ങളിലോ പുലർച്ചെയോ ആയിരിക്കും. നിന്നുകൊണ്ടുള്ള ഉറക്കം. മിക്കപ്പോഴും ആനകൾ നിന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. ലൈറ്റ് സ്ലീപ്പ്. ആഴത്തിലുള്ള ഉറക്കത്തിന് റെം സ്ലീപ്പ് മാത്രമേ അവർ നിലത്ത് കിടക്കാറുള്ളൂ. എന്നാൽ കാട്ടിൽ സുരക്ഷാ കാരണങ്ങളാൽ അധിക നേരം നിലത്ത് കിടക്കാറില്ല. കാവൽ നിൽക്കുന്നവർ. ഒരു കൂട്ടം ആനകൾ ഉറങ്ങുമ്പോൾ കൂട്ടത്തിലെ മുതിർന്ന ഒരു ആന കാവൽ നിൽക്കാറുണ്ട്. ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഈ സെക്യൂരിറ്റി സംവിധാനം അവരെ സഹായിക്കുന്നു. കുട്ടിയാനകളുടെ ഉറക്കം. മുതിർന്ന ആനകളെ അപേക്ഷിച്ച് കുട്ടിയാനകൾ കൂടുതൽ സമയം ഉറങ്ങുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്യാറുണ്ട്. ഒരു രസകരമായ വസ്തുത, ആനകളുടെ ദഹനശക്തി വളരെ കുറവാണ്. ഏകദേശം 40% മാത്രം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിത്തുകൾ ചാണകത്തിലൂടെ പുറത്തു വരികയും അത് കാടിന്റെ പുനർനിർമ്മാണത്തിന് റീഫോറസ്റ്റേഷൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു പഴയകാലത്തെ രാജാക്കന്മാർ ആനപ്പടയെ ശക്തിയുടെ പ്രതീകമായി കണ്ടിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ രാജവംശങ്ങളുടെ ഔദ്യോഗിക മുദ്രകളിൽ ആനകളെ കാണാൻ സാധിക്കും. കോട്ടപ്പടികളിലും കൊട്ടാരമുറ്റങ്ങളിലും ആനകൾ കാവലായി നിന്നിരുന്നു. തടിപിടുത്തവും തൊഴിലും. യന്ത്രങ്ങൾ വരുന്നതിനു മുൻപ് ഭാരമേറിയ തടികൾ നീക്കം ചെയ്യാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആനകളെ ഉപയോഗിച്ചിരുന്നു.